ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് എപ്പോൾ ചെയ്യുമ്പോഴും എല്ലാവരും എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആക്ട്രസ് ഭാവനയുടെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക. അതായത് സ്റ്റൈലിങ്ങിലുള്ള ട്രാൻസ്ഫോർമേഷൻ, പിന്നെ സ്കിൻ ടോണിൽ, സ്കിന്നിൻ്റെ ടെക്സ്ചറിൽ വന്ന ട്രാൻസ്ഫോർമേഷൻ, മെൻ്റൽ ഹെൽത്തിൽ വന്ന ട്രാൻസ്ഫോർമേഷൻ, പേഴ്സണാലിറ്റിയിലും ഫിസിക്കൽ അപ്പിയറൻസിലും വന്ന ട്രാൻസ്ഫോർമേഷൻ, ഇതൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്ട്രസ് ഭാവനയുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ്. വെൽക്കം ബാക്ക് ടു വീണ സിനോച്ചൽ. ഞാൻ വീണ. പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റാ ഐ ഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐ ഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ആക്ട്രസ് ഭാവനയുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി റൂട്ട്സ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഭാവനയുടെ അമ്മയാണ് ഭാവനയെ കൂടുതലായിട്ട് വളർത്തിയിട്ടുള്ളത്. അച്ഛൻ ഒരു സിനിമാറ്റോഗ്രാഫർ ആയിരുന്ന ആളാണ്. എന്നാൽ തന്നെ ഭാവനയ്ക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സിനിമയോട് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫൊന്നും ആയിരുന്നില്ല. പക്ഷേ ഏർലി ലൈഫിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെടുകയും അതിനുശേഷം അമ്മ വളർത്തുകയും ചെയ്തത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്നർ ഒരു സ്ട്രെങ്ത് കണ്ടെത്തുന്ന കാര്യത്തിൽ അമ്മയാണ് ഭാവനയെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് തന്നെ അറിയാം, സ്ത്രീകളെ മോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം, അത് കുറച്ചും കൂടെ ഒരു ഇന്നർ സെൽഫിലായിരിക്കും അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. അതായത് അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. സോ അത് ഭാവനയുടെ ഓൾ ടുഗദർ പേഴ്സണാലിറ്റിയിൽ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ വരുന്നൊരു കാര്യമാണ്, കുറച്ച് ഗ്രൗണ്ടഡ് ആണ് ഭാവന. അല്ലെങ്കിൽ ആദ്യം തന്നെ, അതായത് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ സിനിമയിൽ വന്നൊരാളാണ്. അപ്പം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്നാൽ തന്നെ ഭയങ്കര ഓവറായിട്ട് ഓവറായിട്ട് അറ്റൻഷന് വേണ്ടി നിൽക്കുന്നതോ അങ്ങനെയുള്ള ഒരാളായിട്ടൊന്നും അല്ല നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പെർഫോമേറ്റീവ് ആവുന്നതിനേക്കാൾ കൂടുതൽ ആള് കുറച്ചും കൂടി ഈ എനർജറ്റിക്കും അതുപോലെ തന്നെ ഒരു പേഴ്സോണ മൊത്തത്തിൽ, അതായത് ഫിസിക്കൽ അപ്പിയറൻസ് വൈസ് ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടി സ്ട്രോങ് ആയിരുന്നു. ആൾക്കാരിലേക്ക് കണക്ട് ആവാൻ വേണ്ടിയിട്ട് അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിരുന്നു. ബേസിക്കലി പറയുകയാണെങ്കിൽ ഗ്രൗണ്ടഡ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുക. എസ്പെഷ്യലി ഭാവനയുടെ ചിരിയൊക്കെ, ഭാവനയുടെ പല്ലിന്റെ ഒരു അലൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ടല്ല, ഭയങ്കര ഒരു കുസൃതി നിറഞ്ഞ ചിരി പോലെയുള്ള ചിരിയൊക്കെയാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് കൂടുതലായിട്ടും കണക്ട് ആവാനും ഭയങ്കര യുണീക്ക് ഫേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനും ഉള്ള ഒരു കാരണമായി. അമ്മ വളർത്തിയത് കൊണ്ട് തന്നെ ഒരു യങ്ങർ സ്റ്റേജിൽ തന്നെ കുറച്ചും കൂടെ മെച്യൂരിറ്റി വന്ന രീതിയിലായിരുന്നു ഭാവന കൂടുതലായിട്ടും റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പൊന്നും അല്ലെങ്കിലും, സോഫ്റ്റ് സ്പോക്കൺ ആയിരുന്നെങ്കിലും ഇന്റേണലി ആള് സ്ട്രോങ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് പല ഇന്റർവ്യൂസിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന പോലെ കുറച്ചും കൂടി കുസൃതി നിറഞ്ഞ ഒരു പേഴ്സണാലിറ്റിയും കൂടി ആളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പല ക്യാരക്ടേഴ്സ് വെച്ചിട്ടും ആളുടെ ഇന്റർവ്യൂസ് വെച്ചിട്ടും നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അടുത്ത പറയാനുള്ളത് ഭാവനയുടെ സ്കിന്നിന്റെ ട്രാൻസ്ഫോർമേഷനെ പറ്റിയാണ്. ഭാവനയുടെ ഏർലി സ്റ്റേജസിലൊക്കെ, അതായത് ഫിലിമിൽ വരുന്ന ആദ്യ സമയത്തൊക്കെ സ്കിന്നിൽ അത്യാവശ്യം പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിഗ്മെന്റേഷൻ മാത്രമല്ല, ഡാർക്ക് സർക്കിൾ പല സമയത്ത് നമുക്ക് പ്രൊമനന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഭാവനയുടെ ഐബ്രോസ് അത്ര ഭയങ്കര തിക്കായിട്ടുള്ള ഐബ്രോസ് ആയിരുന്നില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലാവുന്നത് ഈ ട്രാൻസ്ഫോർമേഷൻ, സ്കിന്നിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ സ്കിൻ ഇങ്ങനെ റിഫൈൻഡ് ആയിട്ട് വരുന്നതായിട്ടാണ്. റിഫൈൻഡ് ആയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ കൊണ്ടാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. ഡെർമറ്റോളജിസ്റ്റിനെ ഒക്കെ റെഗുലർ ആയിട്ട് കാണുന്നുണ്ടാവും, റെഗുലർ ആയിട്ട് സ്കിൻ കെയർ റുട്ടീൻസ് ചെയ്യുന്നുണ്ടാവും, റെഗുലർ ആയിട്ട് ട്രീറ്റ്മെന്റ്സും അങ്ങനെയുള്ള പ്രോസസ്സും ചെയ്യുന്നുണ്ടാവും, മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു പോളിഷ്ഡ് ലുക്കിലേക്ക് ഭാവന വന്നിട്ടുണ്ട്. ഭാവന തന്നെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ആദ്യ കാലത്തൊന്നും ആൾ അത്ര ലുക്കിൽ ബോധേഡ് ആയിരുന്നില്ല എന്നുള്ളത്. അതിനുശേഷമാണ് സൺസ്ക്രീൻ പോലെയുള്ള പല കാര്യങ്ങളും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഭാവനയുടെ സ്കിന്ന് മെച്ചുവേർഡ് ആവുന്നതനുസരിച്ച് കൂടുതൽ ലൂമിനോസിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറച്ചും കൂടെ ഹൈഡ്രേറ്റഡ് ആക്കി, അങ്ങനെയാണ് കൂടുതൽ സമയത്തും ഭാവനയെ ക്യാരി ചെയ്യാറുള്ളത്. അതായത് കൂടുതലായിട്ടും ഭയങ്കര മിനിമലായിട്ടുള്ള സറ്റിലായിട്ടുള്ള മേക്കപ്പ്, എന്നാൽ സ്വന്തം ഫീച്ചേഴ്സിനെ കുറച്ചും കൂടി ഒന്ന് പോപ്പ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പം നമ്മൾ ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിലൊക്കെയുള്ള ഭാവനയുടെ ഐബ്രോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിരുന്നു, അത്ര ആർച്ച്ഡ് ആയിരുന്നില്ല. പക്ഷെ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും ആ ഒരു ആർച്ചൊക്കെ, ഐബ്രോസിന് ആ ഒരു ആർച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഐസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കൂടുതൽ സമയത്ത് ഞാൻ ലാഷസ് ഒക്കെ വെച്ചിട്ട് കാണാറുണ്ട് ഭാവനയെ. പക്ഷേ ഈവൻ ദോ ആ ലാഷസ് വെക്കുന്നത് പോലും എനിക്ക് തോന്നുന്നു ഈ ഐബാക്സിൻ്റെ ഒരു അറ്റൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ മേക്കപ്പ്, അണ്ടർ ഐയിൽ ഇടുന്ന മേക്കപ്പിൻ്റെ ആ ഒരു അറ്റൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ചെയ്യുന്നതാണ് പേർപ്പസ്ഫുള്ളി. പക്ഷെ ഈവൻ ദോ ഇപ്പോഴും ബാലൻസ്ഡ് ആണ്. അതായത് ബാലൻസ് എന്നുള്ളതാണ് ശരിക്കും ഭാവനയുടെ സ്റ്റൈലിങ്ങിലും ഗ്രൂമിങ്ങിലും വന്നിട്ടുള്ളൊരു ഫിലോസഫി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും.
അതായത് ഭാവനയുടെ ഫേസിന്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ പോലെയാണ് ആ ഒരു ഫേസിന്റെ ഷേപ്പ് ഉള്ളത്. നോർമലി നമ്മൾ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് ഷേപ്പ് പറയാറില്ലെങ്കിലും ഇപ്പൊ രണ്ട് ഫേസ് ഷേപ്പിന്റെ മിക്സ്ചർ നോക്കുകയാണെങ്കിൽ റെക്ടാങ്കിളിന്റെയും അതുപോലെ തന്നെ ഓവലിന്റെയും രണ്ടിന്റെയും കൂടെ ഒരു മിക്സ്ചർ പോലെ നമുക്ക് കാണാൻ പറ്റും ഭാവനയുടെ ഫേസിന്റെ ഷേപ്പ്. അപ്പൊ ആ ഒരു ഫേസിന്റെ ഷേപ്പിൽ കൂടുതലായിട്ട് ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭാവന എപ്പോഴും നോക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഐസിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഹെയറിന് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഹെയർ എപ്പോഴും കളേർഡ് ആയിട്ട്, അതുപോലെ തന്നെ ഹെയറിൽ കുറച്ചൊരു ഈ ഫ്രിഞ്ചസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതായത് റെക്ടാങ്കിൾ ഫേസ് ഷേപ്പ് കൂടുതലായിട്ട് വരുന്നത് ആ ഒരു നെറ്റിയുടെ ഭാഗത്താണ്. നെറ്റിയുടെ ഭാഗത്ത് അതുകൊണ്ട് തന്നെ ഫേസിൽ ഫ്രിഞ്ചസ് പോലെയുള്ള ഹെയർസ് ഉണ്ടാവും. എപ്പോഴും ഒരു സൈഡ് ഫ്രെയിമിങ് ലെയേഴ്സ് പോലെ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അത് കൂടുതലായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ലിപ്പാണെങ്കിലും ഒക്കെ നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടാണ് ഭാവന എപ്പോഴും വരാറുള്ളത്. പിന്നെ നമ്മൾ ഭാവനയുടെ ഡ്രസ്സിങ്ങിലേക്ക് നോക്കുമ്പോൾ, ഈ ഗ്രൂമിങ്ങിന്റെ കാര്യം വിട്ടിട്ട് ഡ്രസ്സിങ്ങിലേക്ക് നോക്കുന്ന സമയത്താണെങ്കിലും ഡ്രസ്സിങ്ങിൽ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഭാവനയ്ക്ക് ഓൾമോസ്റ്റ് ഒരു റെക്ടാങ്കിൾ ബോഡി ഷേപ്പ് പോലെയാണ് ഉള്ളത്. ഭാവനയുടെ കൈയും കാലും ഒക്കെ അത്യാവശ്യം നല്ലതായിട്ട് സ്ലിം ആണ്. പിന്നീട് അതായത് ഇപ്പൊ കുറച്ച് വെയിറ്റ് ഒക്കെ വെച്ച സമയത്താണെങ്കിൽ കൂടി അതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പണ്ട് അത്രയ്ക്കൊന്നും ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ട്രെൻഡിന് പുറകെ പോകുന്ന ഒരാളായിരുന്നെങ്കിൽ ഇപ്പൊ ആക്ച്വലി ആളൊരു ട്രെൻഡ് സെറ്റർ പോലെ മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന കാര്യത്തിൽ, കളേഴ്സ് ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ, സോളിഡ് കളേഴ്സ് ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഭയങ്കര മോഡസ്റ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ഭാവനയ്ക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്. അത് ഭാവനയെ മൊത്തത്തിൽ എലഗന്റ് ആക്കി മാറ്റി നിർത്തുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം, നമ്മളാണെങ്കിലും നമ്മൾ തീരെ കെയർ ചെയ്യാതിരിക്കുന്ന ഒരു കാലത്തെ നമ്മളുടെ രൂപവും നമ്മളെ കുറച്ച് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയതിന് ശേഷമുള്ള നമ്മളുടെ രൂപവും രണ്ടും രണ്ടായിരിക്കും. അത് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് കൊടുത്ത് സെൽഫ് ട്രസ്റ്റ് കൊടുത്ത് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ അത് കുറച്ചും കൂടെ കൺവിൻസിങ് ആയിരിക്കും, കുറച്ചും കൂടെ പുട്ടുകുതർ ആയിരിക്കും, കുറച്ചും കൂടെ ക്ലാസി ആയിരിക്കും. അടുത്തത് ഭാവനയുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. മെന്റൽ ആൻഡ് ഇമോഷണൽ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ എടുത്ത് പറയുന്നതിന്റെ ഒരു കാര്യം, 2017 ഭാവനയ്ക്ക് ഒരു അബ്ഡക്ഷൻ കേസ് വരുന്നത്. ആ കേസ് ഒരുപാട് റൂമേഴ്സ് ഉണ്ടാക്കിയതും ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ളതും ഒരുപാട് പബ്ലിക്കലി ഭാവനയ്ക്ക് അറ്റൻഷൻ കൊടുത്തതും ഒക്കെയാണ്. ഈ ഒരു കാര്യം നോർമലി ഒരാളെ ഹേർട്ട് ചെയ്യുന്നത് പോലെ അല്ല, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറമാണ് അത് നോർമലി ഒരാൾക്ക് ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച്. പക്ഷെ ഭാവനയെ സംബന്ധിച്ചിടത്തോളം ഭാവന കുറച്ചും കൂടി ചൂസി ആവുകയാണ് ചെയ്തത്. ഇമോഷണലി ബൗണ്ടറീസ് വെച്ചു, എവിടെ എപ്പോ എന്ത് സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടായി. കുറച്ചും കൂടി എന്താ പറയാ, ഈസിലി അല്ലെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട്, അതുപോലെ തന്നെ അങ്ങനെ ഒരു കാമർ എനർജിയിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. കുറച്ചും കൂടെ ആളെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. അനാവശ്യമായിട്ട് സംസാരിക്കില്ല, അനാവശ്യമായിട്ട് ഒരിടത്തും അപ്പിയർ ചെയ്യില്ല, അനാവശ്യമായിട്ട് വന്നിരുന്ന് ഇന്റർവ്യൂസ് കൊടുക്കില്ല. ഇത്തരം പരിപാടികളെല്ലാം നിർത്തി ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ കേൾക്കാൻ കുറച്ചും കൂടി ആൾക്കാരുണ്ടാവും, കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ആൾക്കാർ കേൾക്കുകയും ചെയ്യും. ഇത്തരം ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ആൾക്കുണ്ടായത് ഈ ഒരു മെന്റൽ ആൻഡ് ഇമോഷണൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണ്. ആൻഡ് ഈ ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ ഭാവനയുടെ കൂടെ സപ്പോർട്ടായിട്ട് ഭാവനയുടെ ഫാമിലി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഈവൻ ദോ ഫാമിലി സപ്പോർട്ട് കൊണ്ട് മാറുന്നതിനേക്കാൾ ഒരാളുടെ ഇന്റേണൽ ഒരു ഷിഫ്റ്റ് ആ സമയത്താണ് സംഭവിക്കുക, അങ്ങനെയുള്ളൊരു സമയത്താണ് സംഭവിക്കുക. ആ ഇന്റേണൽ ഷിഫ്റ്റിൽ എനിക്ക് മനസ്സിലായത് ഭാവനയ്ക്ക് കൂടുതൽ ക്ലാരിറ്റി വന്നു എന്നുള്ളതാണ്. അതായത് ഒരാൾ കംപ്ലീറ്റ്ലി ഷാറ്റേർഡ് ആയി പോകാവുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി ക്ലാരിറ്റി വന്നു എന്നുള്ളതാണ്. ആ ക്ലാരിറ്റി തന്നെ ആയിരിക്കും നമുക്ക് ഇപ്പോൾ ഭാവനയുടെ പേഴ്സണാലിറ്റിയിലും ഓറയിലും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ക്ലാരിറ്റി. ഇത് ഭയങ്കരമായി ട്രാൻസ്ഫോം ആയി എന്ന് ഒരുപാട് പേർക്ക് തോന്നിയിട്ടായിരിക്കുമല്ലോ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് ഭാവനയുടെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമോ എന്നുള്ളത്. സോ ആ ട്രാൻസ്ഫോർമേഷന്റെ ഒരു കോർ അവിടെ കിടക്കുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മളെ കാണാൻ തുടങ്ങുന്നിടത്താണ് ആ ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവുക. അത് ഈ ഭാവനയുടെ കാര്യത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് പറയാവുന്ന കാര്യമേ ഉള്ളൂ. ഭാവനയ്ക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നത് മെന്റലി, ഫിസിക്കലി, സ്റ്റൈലിങ്ങിൽ ഒക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ക്ലാരിറ്റി കൂടുതൽ വന്നത് ഈ ഒരു ഭയങ്കരമായിട്ട് ഭാവന കടന്നുപോയ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിന് ശേഷം. ഭാവനയുടെ ഫിസിക്കൽ പ്രസൻസ് ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടി ഭാവനയ്ക്ക് വന്നിട്ടുണ്ട്. ഫിസിക്കൽ പ്രസൻസ് എന്ന് വെച്ചാൽ എല്ലായിടത്തും അപ്പിയർ ചെയ്യുന്ന ഒരു ഭാവന
മുമ്പ് കുറച്ചും കൂടി ഒരു ഷൈയും കുറച്ചും കൂടി പ്ലേഫുള്ളും ഒക്കെ ആയിരുന്നെങ്കിൽ, നമുക്ക് ബോൾഡായിട്ടൊക്കെ തോന്നുമായിരുന്നെങ്കിൽ, ഇപ്പോഴൊക്കെ ആണെങ്കിൽ ആളുടെ ഐ കോൺടാക്ട് ഭയങ്കര ഷാർപ്പാണ്. കുറച്ചും കൂടി ഇന്നർ സ്ട്രെങ്ത് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും, കുറച്ചും കൂടി ഇന്നർ ക്ലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഭാവനയെ സംബന്ധിച്ചിടത്തോളം ഭാവനയുടെ ട്രാൻസ്ഫർമേഷൻ മറ്റേ വെയിറ്റ് കുറഞ്ഞ ഒരാളിൽ നിന്ന് വെയിറ്റ് കൂടിയ ഒരാളിലേക്കാണ് ശരിക്കും ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ സാധാരണ എപ്പോഴും ആഘോഷിക്കാറുള്ള ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് റിഡക്ഷൻ ആണ്. ഇതിൽ ഭാവനയ്ക്ക് കൂടുതൽ റെസ്പെക്റ്റ് ആണ് ഈ ഒരു വെയിറ്റ് കൂടിയ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ വെയിറ്റ് എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടല്ല കാണണ്ടേ. നമുക്കുള്ള ക്ലാരിറ്റി, നമുക്കുള്ള ഇന്നർ സ്ട്രെങ്ത്, ഇതൊക്കെ എങ്ങനെ പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതെങ്ങനെ മറ്റുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കാതെ തന്നെ നമ്മൾ ഡ്രസ്സിങ്ങിലൂടെ, സ്റ്റൈലിങ്ങിലൂടെ, ഗ്രൂമിങ്ങിലൂടെ ഒക്കെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുള്ള പല ഇന്റർവ്യൂസിലും ഭാവന പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഭാവന ഈ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്കിൽ ഭയങ്കര ഒബ്സസ്ഡ് ആണ്, മേക്കപ്പിന്റെ കാര്യത്തിൽ ആൾ ഒബ്സസ്ഡ് ആണ്. നമുക്ക് ഒരുപാട് നമുക്ക് ഈ പറഞ്ഞ പോലെ ആളുടെ സെൽഫിന്നോ പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പലതിലും ചെറിയ ഡീറ്റെയിലിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതും, ഈ ഒരു വെയിറ്റ് കൂടിക്കഴിഞ്ഞിട്ടും ആ ക്ലാരിറ്റി ഉണ്ടെന്നുള്ളതും, അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരാളെ പ്രസന്റ് ചെയ്യണമെന്ന് അത്രയും കാര്യമായിട്ട് അറിയുന്നത് കൊണ്ടും മാത്രമാണ് ഭാവന ഒരു ഐക്കണായിട്ട് എപ്പോഴും നിൽക്കുന്നതും എന്നോട് എല്ലാവരും ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുള്ളതും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മളെ കണ്ടെത്തി കഴിഞ്ഞാൽ, അതിൻ്റെ ഒറിജിനാലിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ യുണീക്ക് ആയിട്ടുള്ള ആ ഒരു ക്ലാസി നേച്ചർ കണ്ടെത്തി കഴിഞ്ഞാൽ, അതൊന്ന് പോളിഷ് ചെയ്തെടുത്താൽ നമുക്ക് ആരുടെയും മുമ്പിൽ നമ്മളുടെ വേർത്ത് തെളിയിക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ നമ്മളുടെ പേഴ്സണാലിറ്റിയും നമ്മളുടെ ഡ്രസ്സിങ്ങും നമ്മളുടെ ഗ്രൂമിങ്ങും ഒക്കെ സംസാരിച്ച് തുടങ്ങും. സോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എപ്പോഴും ഞാൻ പറയുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻറ്റൻഷനോട് കൂടി തന്നെ ചെയ്യണം. വെറുതെ അങ്ങ് റെഡിയായി പോവുക, അല്ലെങ്കിൽ വെറുതെ കൈ കിട്ടുന്ന ഡ്രസ്സ് എടുത്തിട്ടുകൊണ്ട് പോവുക, വെറുതെ എങ്ങനെയെങ്കിലും എന്താ പറയുക എന്തെങ്കിലും ഓഫീസിൽ പോകണമല്ലോ എന്ന് വിചാരിച്ച് പോവുക എന്നുള്ളത് മാറ്റി സ്വയം അതിനൊരു എഫേർട്ട് ഇട്ട് ആ ഇൻറ്റൻഷനോട് കൂടി പോവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ കാണാൻ തുടങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു.